ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. പുനലൂർ കന്യാകുമാരി പാസഞ്ചറിന് കയറി കൊല്ലത്തുനിന്ന് കന്യാകുമാരി വരെ പോകുന്നൊരു വീഡിയോ ആണിത്. ഞാൻ ആദ്യമായിട്ടാണ് കന്യാകുമാരിയിലോട്ട് പോകുന്നത്. അപ്പം പുനലൂർ കന്യാകുമാരി പാസഞ്ചറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. പരശുറാം എക്സ്പ്രസ് ആണ് പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നത്. കന്യാകുമാരി മംഗളൂരു സെൻട്രൽ. ഈ റോഡിൻ്റെ ഒരു WP4 ആണ് നമ്മുടെ പരശുറാം എക്സ്പ്രസ്സിനുള്ളത്. നമ്മുടെ ട്രെയിനും ദൂരെ നിന്ന് വരുന്നുണ്ട്. ഫൈവ് 6705 പുനലൂർ കന്യാകുമാരി പാസഞ്ചർ. ഞാൻ കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള വീഡിയോ കുറേ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം വരെയുള്ള വീഡിയോ എടുക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലോട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം തിരുവനന്തപുരം എത്തിയിട്ട് കാണാം ഗൈസ്. തിരുവനന്തപുരം വരെ ഈ ട്രെയിനിൽ നല്ല തിരക്കാണ്. ഇപ്പം ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിരുന്നു ഈ ട്രെയിൻ തിരുവനന്തപുരം വരെ. ഇപ്പം ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഇറങ്ങാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ ട്രെയിൻ പോകുന്നത്. ഇവിടെ കുറേ ട്രെയിനൊക്കെ കിടപ്പുണ്ട്. ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി വഞ്ചിനാട് എക്സ്പ്രസ്സൊക്കെ പുറകെ തന്നെ വരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം വരെയുള്ള വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെയുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കന്യാകുമാരിയിലോട്ട് പോകുന്നത്. പാറശാല വരെ പോയിട്ടുണ്ട്. കേരളത്തിന് പുറത്തോട്ടും ആദ്യമായിട്ടാണ് പോകുന്നത് ഈ റൂട്ടിൽ. അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്ന് നമ്മുടെ ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ വണ്ടിക്കകത്ത് ആളുകളൊക്കെ ഇറങ്ങി. ഇപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ നമ്മുടെ ട്രെയിനിലുള്ളൂ. അപ്പുറത്ത് കിടക്കുന്നത് അനന്തപുരി എക്സ്പ്രസ് ആണ്. അതിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ഈ പാസഞ്ചറിന് കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് 3 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. പരവൂർ, വർക്കല, ശിവഗിരി, കഴക്കൂട്ടം. ഈ 3 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലായിടത്തും സ്റ്റോപ്പുള്ളൊരു പാസഞ്ചർ അല്ല ഈ പുനലൂർ കന്യാകുമാരി പാസഞ്ചർ. ഇനി അടുത്ത സ്റ്റോപ്പുള്ളത് തിരുവനന്തപുരം സൗത്താണ്. അങ്ങനെ ട്രെയിൻ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മുടെ ട്രെയിൻ ഒരു ക്രോസിംഗ് ഉണ്ട്, നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറായിട്ട്. അപ്പം നേമം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ ട്രെയിൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് പാസഞ്ചർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു WG9 ആണ് ലോക്കോമോട്ടീവ്. ഒരു WP1 കൂടെ ഉണ്ട് നമ്മുടെ ട്രെയിനിൻ്റെ കൂടെ കേട്ടോ. അങ്ങനെ 2 ട്രെയിനും തിരുവനന്തപുരം സൗത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ എടുത്തത് ബാലരാമപുരത്താണ് സ്റ്റോപ്പുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനുള്ളത്. നേമം റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയും ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വർക്ക് നടക്കുന്നത്.
അപ്പം തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളങ്ങനെ എടുക്കുകയാണ്. ട്രെയിൻ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ ഏറ്റവും ബാക്കിലായിട്ടാണുള്ളത് കേട്ടോ ട്രെയിനിൻ്റെ. ചെറിയൊരു ട്രെയിനാണിത്, അധികം കോച്ചസ് ഒന്നുമില്ല. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ. ബാലരാമപുരത്ത് നിന്ന് ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ്. അടുത്ത നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ബാലരാമപുരം കഴിഞ്ഞ് ട്രെയിൻ നെയ്യാറ്റിൻകരയിലേക്ക് എത്തിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1. പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാറശാല വരെ, കരുനാഗപ്പള്ളിയിൽ നിന്ന് പാറശാല വരെ. അന്ന് ഞാനിവിടെ സ്റ്റേഷനിൽ വന്നതാണ് നെയ്യാറ്റിൻകരയിൽ. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതുവഴി പോകുന്നത്. അപ്പോൾ നമ്മുടെ പൂനെ കന്യാകുമാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അപ്പുറത്ത് നെയ്യാറ്റിൻകരയിലേക്ക് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാസഞ്ചർ അങ്ങനെ നെയ്യാറ്റിൻകരയിൽ നിന്നും എടുക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് ധനുവച്ചപുരം ആണ്. ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം ഉള്ളത്. ഇവിടെ എല്ലാം വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ, മറ്റേ ഡബിളിങ്ങിൻ്റെ. ഇവിടെ വരുന്ന വഴിക്കെല്ലാം വർക്ക് കിടക്കുവാണ്. ഇവിടെ ഉണ്ട്. ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ്. അടുത്താണ് കേരളത്തിൻ്റെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ പാറശാല. കേരളത്തിൻ്റെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ ഈ റൂട്ടിലെ കേരളത്തിൻ്റെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ പാറശാല റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരെ വന്നിട്ടുണ്ട് കന്യാകുമാരി എക്സ്പ്രസ്സിന്. ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകുന്നത്. പാറശാല റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ കയറുകയാണ്. അങ്ങനെ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുക്കുകയാണ്. അടുത്തതിന് തമിഴ്നാട്ടിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇതാണ് പാറശാല റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോപ്പിനുള്ളത്
തമിഴ്നാട്ടിലെ കുഴിത്തുറയാണ്. അതിന് മുമ്പ് കുഴിത്തുറൈ വെസ്റ്റ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുണ്ട്, അത് സ്കിപ്പ് ചെയ്യും. ഇതാണ് കുഴിത്തുറൈ വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. തമിഴ്നാട്ടിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഈ റൂട്ടിലെ, അത് സ്കിപ്പ് ചെയ്യുകയാണ്. ഇത് കഴിയുമ്പോൾ തന്നെയാണ് കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ ഈ ട്രെയിനിൻ്റെ തമിഴ്നാട്ടിലെ ആദ്യത്തെ സ്റ്റോപ്പായ കുഴിത്തുറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇംഗ്ലീഷിൽ കുലിത്തുറൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 2 ആണിത്. പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്കാണ് ട്രെയിൻ വന്നത്. കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ്. ഇതാണ് അവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1. അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഐലൻഡ് എക്സ്പ്രസ്സിന് പോകാനുള്ളവരാണെന്ന് തോന്നുന്നു. അതാണ് ഇനി അടുത്ത വരാനുള്ളത് ട്രെയിൻ. ഇവിടെ അത്യാവശ്യം ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മുടെ ഹിംസാഗറിനൊക്കെ സ്റ്റോപ്പുണ്ട്. ഇവിടെ എല്ലാം വാഴയും തെങ്ങുമൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാൻ. കുഴിത്തുറയ്ക്കും ഇരണിയലിനും ഇടയ്ക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് പള്ളിയടി. പള്ളിയടി റെയിൽവേ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത്. കേരളം കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെയുള്ള നല്ല വ്യൂസൊക്കെ വരുന്നത്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കൃഷിയാണ്. നല്ല രസമുണ്ട് ഈ ഏരിയ എല്ലാം കാണാൻ. ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ കുറച്ച് വീടുകളും കാണാം. അതിൽ ഇതിനെ നിരയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ട്രെയിൻ അങ്ങനെ ഇരണിയൽ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ എത്തും. തമിഴ്നാട്ടിലെ ഈ ട്രെയിനിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പായ ഇരണിയൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം വർക്ക് നടക്കുകയാണ് ആ സൈഡിൽ മൊത്തം. ഇതാണ് ഇരണിയൽ റെയിൽവേ സ്റ്റേഷൻ. ഇരണിയലിൽ നിന്ന് ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ്. ഇനി സ്റ്റോപ്പുള്ളത് നാഗർകോവിൽ ജംഗ്ഷനിലാണ്.
വിരാണി അല്ലൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത്. ഇനി നാഗർകോവിൽ ടൗൺ, അത് കഴിഞ്ഞിട്ടാണ് നാഗർകോവിൽ ജംഗ്ഷൻ വരുന്നത്. പ്ലാറ്റ്ഫോമിനിടയ്ക്കാണ് സിഗ്നലൊക്കെ ഉള്ളത്. ഇവിടെ നെയിം ബോർഡൊക്കെ ബ്ലാങ്ക് ആണ്, അതിനി എഴുതുമായിരിക്കും അവർ. നല്ല വെയിലുണ്ട് ഈ സമയത്ത്, എന്നാലും ഈ സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയായതുകൊണ്ട് കുഴപ്പമില്ല, വെയിലൊക്കെ സഹിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ സ്ഥലമൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ട്രെയിൻ നാഗർകോവിൽ എത്തിയിരിക്കുകയാണ്. നാഗർകോവിൽ ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പുള്ളത്. ഞാൻ ഇപ്പുറത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് നാഗർകോവിൽ ടൗൺ സ്കിപ്പ് ചെയ്തത്. എനിക്ക് കറക്റ്റായിട്ട് അത് എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു ഇതിനു മുമ്പ് വരാത്തതുകൊണ്ട്. അതുകൊണ്ട് ആ സ്റ്റേഷൻ സ്കിപ്പായത് ഞാൻ അറിഞ്ഞില്ല. അത് കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ എടുക്കാം. ഇപ്പോൾ ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാഗർകോവിൽ ജംഗ്ഷനിൽ കയറാതെ തിരുനെൽവേലിക്ക് പോകുന്ന ലൈനാണ് ഈ കാണുന്നത്. നാഗർകോവിൽ ജംഗ്ഷൻ ബൈപ്പാസ്, നേരെ തിരുനെൽവേലി. നമ്മളങ്ങനെ നേരെ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കിടക്കുന്നത് കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് നല്ലപോലെ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റിയില്ല. കന്യാകുമാരി എന്ന് എന്തായാലും എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 WP7 കിടക്കുന്നുണ്ട്. അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നാഗർകോവിൽ ജംഗ്ഷൻ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതാണ് ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ്. അടുത്ത ഇനി നേരെ കന്യാകുമാരി പോയി നിർത്തുകയാണ്. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ കുറേ ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. അതിനൊന്നും നെയിം ബോർഡില്ല, ഉണ്ടായിരുന്നേ വായിക്കുമായിരുന്നു. കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറേ റേക്ക് കിടപ്പുണ്ട്, അതിനകത്തൊന്നും നെയിം ബോർഡില്ല.
നമ്മൾ ട്രെയിൻ അങ്ങനെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഈ വളവ് കഴിഞ്ഞ ഉടനെ നേരെ കന്യാകുമാരിയിലേക്കാണ് ചെന്ന് കയറുന്നത്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇപ്പോൾ ട്രെയിൻ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്. ഇതാണ് അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത്. നല്ല വെയിലുണ്ട് എന്തായാലും. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ എത്തും. കന്യാകുമാരി ടെർമിനസിലേക്ക് ട്രെയിൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു WP7 കിടപ്പുണ്ട്. താമ്പരം നാഗർകോവിൽ വീക്കിലി എക്സ്പ്രസിൻ്റെ റേക്കാണ് ഇവിടെ കന്യാകുമാരി കൊണ്ടിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇപ്പുറത്ത് കിടക്കുന്നത് രണ്ടും സെയിം റേക്കാണ്. പുനലൂർ, കന്യാകുമാരി, തിരുനെൽവേലി. വേറെ ഏതാണ്ട് എഴുതിയിട്ടുണ്ട് നാഗർകോവിൽ. അപ്പം ഈ രണ്ട് ട്രെയിനും ഒരേ നെയിം ബോർഡാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് പുനലൂർ കന്യാകുമാരി പുനലൂരായിട്ട് പോകുന്നത് ഈ ട്രെയിനായിരിക്കും. അങ്ങനെ ഇന്ത്യൻ റെയിൽവേയുടെ സദേൺ മോസ്റ്റ് എൻഡായ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടാണ് നമ്മുടെ ട്രാക്ക് വന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ എൻഡ് വരുന്നത് ഇവിടാണ്. അങ്ങനെ പുറത്തും ഇഷ്ടംപോലെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ. അവിടാണ് ഓട്ടോ ഒക്കെ ഉള്ളത്. ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. അപ്പം പുനലൂർ കന്യാകുമാരി പാസഞ്ചറിൻ്റെ കൊല്ലം മുതൽ കന്യാകുമാരി വരെയുള്ള വീഡിയോ, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.